الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ പാലിക്കുകയും പകർത്തുകയും ചെയ്ത് മുസ്ലിങ്ങളായി മുവഹിദുകളായി മരണം വരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ ഇവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി സ്വർഗ്ഗാനുഗ്രഹികളായി പരിഗണിക്കുന്നതാകട്ടെ. സത്യം അസത്യം എന്നീ രണ്ടു ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെട്ടു വരുന്ന കാര്യമാണ്. ഖുർആനിൽ ഹഖ് ബാത്തിൽ എന്നീ രണ്ട് പ്രയോഗങ്ങളാണ് ഇതിനു വേണ്ടി നേർക്കുനേരെ ഉപയോഗിച്ചിട്ടുള്ളത്. പലപ്പോഴും ചില കാര്യങ്ങൾ സത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാലും പല കാരണങ്ങൾ കൊണ്ടും ആ സത്യത്തിന് പിന്തുണ അർപ്പിക്കാനും അതിനുവേണ്ടി നിലപാടെടുക്കാനും പലർക്കും സാധിക്കാറില്ല. വിശുദ്ധ ഖുർആൻ ഒട്ടേറെ സന്ദർഭങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നതിന് തടസ്സമായി വരാം, സത്യവിശ്വാസികൾ അവയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് ഉത്ബോധനം ചെയ്തിട്ടുണ്ട്. രക്തബന്ധം, സാമ്പത്തികമായ ലാഭമോഹങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ, അധികാരം, തന്റെ ജീവിതവൃത്തി, മഹീഷത്ത് അത് മുടങ്ങുമോ ഇല്ലയോ എന്ന ആശങ്കകൾ, സമൂഹത്തിൽ എനിക്ക് ലഭ്യമാകുന്ന സ്ഥാനമാനങ്ങൾ അത് നഷ്ടപ്പെടുമോ എന്ന വേവലാതികൾ, സമൂഹത്തിലെ ഏറ്റവും പ്രാധാന്യരെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കാനുള്ള താല്പര്യം, ഇങ്ങനെ പലതും സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതിന് തടസ്സമായി വരാം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പിന്നീട് ചർച്ചയാകാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്ന പേര് തന്നെയാണ് സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ തിരിച്ചു പറയാം, വിശുദ്ധ ഖുർആനിൽ അൽ ഹഖ് എന്ന് ഉപയോഗിക്കുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചു കൂടിയാണ്. ഹഖ് എന്നതിന്റെ പരിഭാഷ മലയാളത്തിൽ നമുക്ക് നിർവഹിക്കേണ്ടതില്ല. കാരണം ഹഖും ബാത്തിലും എന്നത് നാം പൊതുവായി ഉപയോഗിക്കുന്ന നമ്മുടെ സംസാര ഭാഷയുടെ കൂടി ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ, സൂറത്തുൽ ലുഖ്മാനിൽ, സൂറത്തുൽ യൂനിസിലൊക്കെ അല്ലാഹുവിലേക്ക് ചേർത്ത് ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് ഇന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. തീർച്ചയായും അല്ലാഹു അതാണ് സാക്ഷാൽ യാഥാർത്ഥ്യം. അൽ ഹഖ് പടച്ചതമ്പുരാനാണ്. സത്യം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് അസത്യമാണ്. അർദ്ധസത്യങ്ങൾ, ഭാഗിക സത്യങ്ങൾ, സത്യത്തിനോട് യോജിപ്പുള്ളത്, അസത്യമായി അങ്ങനെ പറയാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ പൊതുവിൽ കാണാമെങ്കിലും
വിശുദ്ധ ഖുർആൻ സത്യമല്ലെങ്കിൽ പിന്നെ അസത്യം എന്നിടത്താണ് നിൽക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കാം. സൂറത്ത് യൂനുസിലെ 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഹഖിന് ശേഷം, യാഥാർത്ഥ്യത്തിന് ശേഷം പിന്നീട് ദലാലത്തെയുള്ളൂ. രണ്ട് വഴികൾ, ഒന്ന് ശരിയുടേതും ഒന്ന് തെറ്റിന്റേതുമാണ്. ഈ രണ്ട് വഴികളിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? നിങ്ങളെ തെറ്റിച്ചു കളയുന്ന കാര്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് യാഥാർത്ഥ്യമായത്, സത്യമായത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന ശുഭവിശ്വാസമാണ്. ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അസത്യത്തിന്റെ കൂടെ കൂടിയതിന്റെ പേരിൽ ഫലങ്ങൾ ലഭിച്ചേക്കാമെങ്കിലും ആത്യന്തികമായി, അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് സത്യമാണ് എന്നും അസത്യം അത് തകർന്നു പോവുക തന്നെ ചെയ്യും എന്നുമുള്ള ശുഭവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സ്വന്തം പിതാവിനെതിരിൽ ഒരു മകൻ നിലപാടെടുക്കുന്നത് സത്യമേ ജയിക്കൂ എന്നതുകൊണ്ടാണ്. ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിനെതിരിൽ ഒരാളൊരു നിലപാടെടുക്കുന്നത് അയാളുടെ സത്യമേ ജയിക്കൂ എന്നതുകൊണ്ടാണ്. അധികാരികൾക്കെതിരിൽ ഒരു നിലപാടെടുക്കുന്നത് സത്യമേ ജയിക്കൂ എന്നതുകൊണ്ടാണ്. ഈ ശുഭാപ്തി വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ വിശുദ്ധ ഖുർആൻ തന്നെ ആലങ്കാരികമായി ആ വിഷയത്തെ കുറിച്ച് പറയുന്നത്, രണ്ടു ഭാഗത്തും അയാൾ ശരിയെടുക്കും. കുടുംബത്തിൽ 100% തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിലും ഞാനിപ്പോ തെറ്റാണെന്ന് പോണില്ല, നടക്കട്ടെ എന്ന് വിചാരിച്ചൊരു നിലപാട് സ്വീകരിക്കും. നമ്മളതിന് അഴകുഴമ്പൻ നിലപാട് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഖുർആൻ അവിടെ ഉപയോഗിക്കുന്നത് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ എന്നാണ്. ഇയാൾ അങ്ങോട്ടാണോ പോയത് എന്നറിയില്ല, ഇങ്ങോട്ടാണോ വന്നതെന്നും അറിയില്ല. ആടിക്കളിക്കുന്നൊരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ്. നട്ടലില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് സത്യം ജയിക്കുമോ എന്ന ആശങ്കയുണ്ടാകുമ്പോഴാണ്. എത്രമേൽ വൈതരണികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാലും സത്യമായത്, യാഥാർത്ഥ്യമായതാണ് എന്റെ കയ്യിലുള്ളത് എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾ അതേ ജയിക്കുകയുള്ളൂ എന്ന് അയാൾക്ക് കൃത്യമായ ശുഭവിശ്വാസമുണ്ടെങ്കിൽ പിന്നീട് അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അയാളുടെ മുന്നിൽ പ്രശ്നമല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഹാബികൾക്കിടയിലുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു നിലപാട് പറയുന്നുണ്ട്. ആ നിലപാട് പറയുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, എന്നാണ്. പടച്ചതമ്പുരാനെ, നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്തിട്ടുള്ളൊരു നിലപാട് അത് നിനക്ക് ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയുള്ളതല്ല, നിന്നെ കോപാന്തനാക്കുന്നതല്ല. നീ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാവുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നീയല്ലാത്ത, പടച്ചതമ്പുരാനല്ലാത്ത ഈ ലോകത്തുള്ള ഏത് സൃഷ്ടികളും സൃഷ്ടി സംവിധാനങ്ങളും എനിക്കെതിരായിരുന്നാലും ശരി, എനിക്കത് പ്രശ്നമേ അല്ല, ഞാനത് പരിഗണിക്കുന്നേയില്ല. ഈ ഒരു മനക്കരുത്തൊരു മനുഷ്യനൊരു സത്യവിശ്വാസിക്ക് ലഭിച്ചിരിക്കണമെന്നതാണ് ഖുർആനിന്റെ തത്വം. അങ്ങനെയൊരു മനക്കരുത്ത് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലും നാം നിലപാട് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്.
സംഘടനകൾക്കനുസരിച്ചുകൊണ്ട് കളം മാറിപ്പോകാവുന്ന ഒന്നായി സത്യത്തെയും അസത്യത്തെയും വിലയിരുത്താൻ പാടില്ല. അധികാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിലപാടുകൾ മാറ്റിപ്പറയുകയോ തിരിച്ചു പറയുകയോ ചെയ്യേണ്ട ഒന്നായി സത്യത്തിന്റെയും അസത്യത്തിന്റെയും വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഏറ്റവും ആദ്യമായി ലഭിക്കേണ്ടത് സത്യം ജയിക്കുമെന്ന മനക്കരുത്താണ്, സത്യം ജയിക്കുമെന്ന ശുഭവിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ. നമ്മൾ ഓതിപ്പോകുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണിത്. ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വചനം. ഖുൽ ജാഅൽ ഹഖ്, യഥായോചിതമായത് യഥാർത്ഥ സത്യം അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സത്യത്തിനപ്പുറത്തൊരു സത്യമില്ല. വസഹഖൽ ബാത്തിൽ, അസത്യം എന്ന് പറയുന്നത് തകർന്നു പോകുന്നതാണ്. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും അസത്യം തകർന്നടിയുക തന്നെ ചെയ്യും. ഇങ്ങനെയൊരു മനക്കരുത്തിന് സത്യവിശ്വാസിക്ക് ലഭിക്കുന്നത് കൂടെയുള്ള ആളുകളുടെ എണ്ണമോ വണ്ണമോ നോക്കിയിട്ടല്ല. ബദർ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയപ്രഖ്യാപനം എങ്ങനെയായിരുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നിർവഹിച്ചത്. സത്യം അത് ജയിക്കും, അതിനെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. അസത്യം അത് തകർന്നു പോകും. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകുന്ന ഒരു മനക്കരുത്ത്, ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ, ബൽ നഖദിഫ്, നമ്മൾ എറിഞ്ഞു തോൽപ്പിക്കും. ഇത് പടച്ച തമ്പുരാന്റെ ഒരു പ്രഖ്യാപനമാണ്. എന്റെ പ്രിയപ്പെട്ട ആളുകൾക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോ അതിനു മുകളിൽ പടച്ചവരുണ്ട്, അല്ലാഹു അക്ബറാണ് എന്ന് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ വചനം പറയുന്നത്. ബൽ നഖദിഫു അലൽ ഹഖ്, ബൽ നഖദിഫു ബിൽ ഹഖ്, തീർച്ചയായും നമ്മൾ സത്യം ഉപയോഗിച്ചുകൊണ്ട് എറിഞ്ഞു തകർക്കും. എന്തിനെ? അലൽ ബാത്തിൽ, അസത്യത്തെ. അസത്യത്തെ സത്യം കൊണ്ട് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി ചേർത്ത് തോൽപ്പിക്കും. ഫയജ്മഉഹു, അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ആ അസത്യം അത് തകർന്ന് തരിപ്പണമായി പോവുക തന്നെ ചെയ്യും. എന്താണ് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു മനക്കരുത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നിടത്ത് പല രംഗങ്ങളിലും നമുക്ക് ഉശിരു പകരാത്തത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത് ഫഇദാ ഹുവ സാഹിഖ്, നിന്റെ കൺമുമ്പിൽ അത് നശിച്ചു പോകുന്നത്, നാശമടയുന്നത് തീർച്ചയായും നിനക്ക് കാണാൻ കഴിയും എന്നാണ്. ഒന്നുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു ബൽ ജാഅൽ ഹഖ്, സത്യവിശ്വാസികളോട് പറഞ്ഞു സത്യമാണ് പ്രഖ്യാപിക്കപ്പെടുക, സത്യമാണ് ജയിക്കുക. ഭൂരിപക്ഷം എതിരായിരുന്നാലും ന്യൂനപക്ഷം എതിരായിരുന്നാലും എന്ത് സംവിധാനങ്ങൾ തങ്ങൾക്കെതിരായിരുന്നാലും ശരി, ആത്യന്തികമായ വിജയം സത്യത്തിനു മാത്രമായിരിക്കും. എന്ന് പറഞ്ഞില്ലേ, സത്യം അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അസത്യത്തിന് ഒരു അടിത്തറയും ഉണ്ടാവുകയില്ല. ആ അസത്യത്തെ നിനക്ക് പുനഃസ്ഥാപിക്കാനും കഴിയില്ല. വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് സൂറത്തു സബയിലെ 49-ാമത്തെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനം കൂടി തഫ്സീറുകളിൽ കാണാൻ കഴിയും. പ്രവാചകന്റെ തിരുവചനങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത് സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു കരുത്താണ്. ഓരോ സത്യവിശ്വാസിയെയും വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംനഅന്ന, നിങ്ങളെ തടയാൻ പാടില്ല, നിങ്ങളെ തടയാൻ പാടില്ല. അഹദം മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാളെയും തടഞ്ഞു പോകരുത്. എന്ത്? ഹൈബത്തൻ നാസ്, ജനങ്ങളെ സംബന്ധിച്ചുള്ള ഭീതി. ആളുകളെല്ലാവരും കൂടി ഇതാ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പോകുന്നു എന്ന ഭീതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല.
തന്റെ കുടുംബക്കാരെല്ലാം തനിക്കെതിരായിരിക്കുന്നു എന്നത് സത്യം പറയുന്നിടത്തും പ്രഖ്യാപിക്കുന്നിടത്തും നിലപാടെടുക്കുന്നിടത്തും നിനക്ക് തടസ്സമാകരുത്. അണുവളവ് നിന്റെ മുമ്പിൽ ഒരു തരത്തിലുമുള്ള ഭയം ഉണ്ടാകാൻ പാടില്ല. നീ മനസ്സിലാക്കിയിട്ടുള്ള, നീ ഗ്രഹിച്ചിട്ടുള്ള ഒരു സത്യത്തെ വിളിച്ചു പറയുന്നിടത്ത്, അത് പറയുന്നിടത്ത് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കാം, അത് വേറെ വിഷയമാണ്. പക്ഷെ ആ കാര്യം പ്രഖ്യാപിക്കുന്നിടത്ത് നിന്നെ ഒരു കാരണവശാലും മറ്റൊന്ന് എതിർക്കാൻ പാടില്ല എന്ന് സത്യവിശ്വാസികളുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ സത്യവിശ്വാസി ഭയപ്പെടുകയില്ല എന്ന്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വരും. പലപ്പോഴും സത്യമെന്ന് പറയുന്നത്, യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ബോധ്യപ്പെടുകയും മതപരമായ വിഷയമാണെങ്കിൽ പ്രാമാണികമായി ശരിയായി ബോധ്യപ്പെടുകയും ചെയ്ത് ആ ശരിയുടെ അടുക്കൽ നിന്നാൽ അയാളെ കുറിച്ച് എന്താ പറയാ, ഓ ഭയങ്കര കണിശക്കാരനാണ്, ഓ ഭയങ്കര കടുകട്ടിയ, ഓന്റെ മുമ്പിൽ ഇതൊന്നും വിലപ്പോവില്ല. ആളുകളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകളാണിത്. നേരെ പോയെന്ന നിലക്ക് സത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ മൂപ്പര മുമ്പിൽ ഒന്നും നടക്കൂല. പിന്നെ ചില ആളുകൾക്കുള്ള പണി അയാൾ അവിടുന്ന് ഒഴിവാക്കുക. നേരെ സത്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മറ്റെന്തിനെയും ഭയപ്പെടാതെ കാര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരാൾക്കെതിരിൽ ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അയാൾക്കെതിരിൽ നടപടി സ്വീകരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ, നാം ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളിൽ, കൂട്ടായ്മകളിൽ സത്യമായ ഒരു കാര്യം പറയുകയും പ്രഖ്യാപിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിൽ പ്രഖ്യാപിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുന്ന ആളുകളെ കുടുംബപരമായും അല്ലാതെയും കണിശക്കാരനെന്നും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത ആളെന്നും പറഞ്ഞ് നമ്മൾ അരികവൽക്കരിക്കാറുണ്ട്. സത്യത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. സത്യത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച കാണിക്കുന്നതെങ്കിൽ അയാൾ വിട്ടു വീഴാന്ന് മാത്രമേ സംഭവിക്കൂ, പുറത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓരോരോ ഘട്ടങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത്. സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ ഉണ്ടാകേണ്ടത് ഈ ഒരു ശുഭവിശ്വാസമാണ്. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, വയംഹുല്ലാഹുൽ ബാത്തിൽ വയുഹിഖൽ ഹഖ് ബികലിമാതി. പടച്ചതമ്പുരാൻ അസത്യത്തെ അതിനെ മായ്ച്ചു കളയുന്നതാണ്. വയുഹിഖൽ ഹഖ്, സത്യത്തെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. ഈ കലിമാത്തിഹി, അവന്റെ പ്രഖ്യാപനം കൊണ്ട്, അവന്റെ വാക്കുകൾ കൊണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ശൂറയിലെ 24-ാമത്തെ ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ കാണാൻ കഴിയും. മറ്റു വിഷയങ്ങളൊക്കെയും ചേർത്ത് വെച്ചിട്ട് പറയും, പരലോകത്ത് വെച്ച് സത്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചല്ല, ദുനിയാവിൽ വെച്ചുകൊണ്ട് സത്യത്തെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ഈ വചനം താല്പര്യപ്പെടുന്നത്. ഓരോരുത്തരുടെയും കൺമുമ്പിൽ വെച്ചുകൊണ്ട് സത്യമേത് അസത്യമേത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ലോകാന്ത്യത്തിന് മുമ്പ് തന്നെ പടച്ചതമ്പുരാൻ ക്രമീകരിക്കും എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് എന്തു പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على أشرف الأنبياء والمرسلين محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിലേക്ക് വിളിച്ചു ചൂണ്ടിയിട്ട് ഏറ്റവും ശക്തമായ ഒരു പ്രഖ്യാപനം നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമം എന്താണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്
പുലർന്നു കാണണം എന്നാണ്, പ്രഖ്യാപിക്കണം എന്നതാണ്, സ്ഥിരപ്പെടുത്തണം എന്നതാണ്. അൽ ഹഖ്, യഥാർത്ഥ സത്യത്തെ, ബികലിമാതിഹി, അവന്റെ വചനങ്ങൾ കൊണ്ട്. അവന്റെ വചനങ്ങൾ എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, ദീനുൽ ഇസ്ലാം എന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. പടച്ചതമ്പുരാന്റെ നടപടിക്രമം സത്യത്തെ സ്ഥാപിക്കുക എന്നതാണ്. അതിനുശേഷം ഖുർആൻ ഉപയോഗിക്കുന്നത് എന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുറിച്ചു കളയണം എന്നാണ്. എന്ത്? അസത്യവാന്മാരുടെ മുരടിനെ വെട്ടി മുറിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം എന്നാണ്. നമ്മൾ പടച്ചവന്റെ കൂടെ നിൽക്കണോ അതോ പടക്കുകളുടെ കൂടെ നിൽക്കണോ? നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കണോ അസത്യത്തിന്റെ കൂടെ നിൽക്കണോ? ഇതിലേക്ക് വെളിച്ചം വീശുകയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഖുർആനിൽ ഈ രംഗത്ത് കണിശതയും കൃത്യതയും ഒക്കെ പാലിക്കുന്ന ചില ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ചില ആളുകളുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയുന്നത് അവനവന് കഴിയാവുന്ന, അവനവന് താല്പര്യമുള്ള, ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ നമുക്ക് പ്രയാസമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകും. ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളിൽ ചില ആളുകൾ ചില കാര്യങ്ങളെ വിശ്വസിക്കുന്നു, ചില കാര്യങ്ങളെ അവിശ്വസിക്കുന്നു. ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ ചില രംഗങ്ങളിൽ പലപ്പോഴും നമ്മൾ കണിശത പാലിക്കും, ചില രംഗങ്ങളിൽ അത്ര കണിശത ഉണ്ടാവില്ല. കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്ന ആള് സക്കാത്തിന്റെ വിഷയത്തിൽ അത്ര കൃത്യത ഉണ്ടാവില്ല, സദഖയുടെ വിഷയത്തിൽ അത്ര കൃത്യത ഉണ്ടാവില്ല. സാമ്പത്തികമായ രംഗത്ത് കൃത്യത പാലിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അവിടെ കൃത്യത കുറവുണ്ട്. വൈവാഹിക രംഗം വരുന്ന സമയത്ത് അവിടെ ഒരു കൃത്യത കുറവുണ്ട്. ഞാൻ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നടക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നീ അല്ലാഹുവിന്റെ ദീനിലേക്ക്, സത്യത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. അങ്ങനെ പൂർണ്ണമായി പ്രവേശിക്കാതെ നിനക്കിഷ്ടമുള്ളതിനെ നീ സ്വീകരിക്കുന്നു, നിനക്കിഷ്ടമുള്ളതിനെ നീ തള്ളിക്കളയുകയും ചെയ്യുന്നു. ചിലത് വിശ്വസിക്കുന്നു, ചിലത് അവിശ്വസിക്കുന്നുവെങ്കിൽ അതിഗൗരവമുള്ള ശിക്ഷയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവിടെ മുന്നോട്ട് വെച്ചത്. أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا. ഒരാൾ അസത്യവാദിയാണ് എങ്കിൽ, അസത്യത്തിന്റെ കൂടെ പോകുന്നതെങ്കിൽ അയാൾ നമുക്ക് മനസ്സിലാകും. സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ അയാളെയും നമുക്ക് മനസ്സിലാകും. പക്ഷേ രണ്ട് തോണിയിലും കാലിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം, ശിക്ഷ, ഈ ദുനിയാവിൽ നിന്ദ്യതയായിരിക്കും എന്നതാണ്. ഈ ദുനിയാവിൽ നിന്ദ്യതയാണ് അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. തഫ്സീറുകളിൽ ഈ വിഷയത്തെക്കുറിച്ച്, ഖിസ്ഇനെ കുറിച്ച് ദീർഘമായ ചർച്ചകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവന്റെ ജീവിതത്തിൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് ബർക്കത്ത് ലഭിക്കുകയാണ്. അനന്തരാവകാശത്വത്തിന്റെ വിതരണങ്ങളിലും ക്രമങ്ങളിലും ശരിയായ ചിത്രവട്ടങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുടെ ജീവിതത്തിൽ എത്ര സാമ്പത്തിക സൗകര്യമെങ്കിലും ബർക്കത്ത് കിട്ടൂല. മറ്റൊരാളുടെ ഹക്കിനെയാണ് അയാൾ എടുക്കുന്നത്. ദുനിയാവിൽ നമ്മൾ ഏതൊക്കെയാണ് സ്വീകരിക്കുന്നത്, ദീനിന്റെ കാര്യത്തിൽ ഏതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു, ഏതൊക്കെ തള്ളിക്കളയുന്നു, അതിൽ പൂർണ്ണമായി ദീനി പക്ഷത്ത് നിൽക്കാത്തിടത്തോളം പടച്ചതമ്പുരാന്റെ ഹിസിയായിരിക്കും, സത്യവിശ്വാസികൾ ഹിസിയായിരിക്കും ലഭിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നത്. സത്യം, അസത്യം, ഈ രംഗത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ, ഈ രംഗത്ത് പൊതുവിൽ മനുഷ്യന്മാർ സ്വീകരിക്കുന്ന നിലപാട്, നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കി കളയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷ, ഇത് വിശുദ്ധ ഖുർആൻ സത്യം അസത്യം എന്ന വിഷയത്തിന്റെ ആമുഖവുമായി രേഖപ്പെടുത്തി പറയുന്ന കാര്യമാണ്. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കാനുണ്ടാവും.
അത്തരം രംഗങ്ങളിൽ എന്റെ നിലപാട് ഖുർആൻ അനുസരിച്ചിട്ടാണോ എന്ന കാര്യം നാം മനസ്സിലാക്കുക. നമ്മളുടെ ഇപ്പോഴുള്ള ഒരു പശ്ചാത്തലം അതുമായി ബന്ധപ്പെടുത്തിയല്ല ഈ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിനെതിരെയുള്ള ചില ശ്രമങ്ങളും വിശിഷ്യ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പരീക്ഷാ സംബന്ധമായ ചില വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളും ഒക്കെ. അതിലൊരു രാഷ്ട്രീയമുണ്ടായിരിക്കാം. പക്ഷെ ഈ രംഗത്ത് നമ്മുടെയൊക്കെ മക്കളും നമ്മുടെയൊക്കെ അനുചരന്മാരും നമ്മൾ ഉൾക്കൊള്ളുന്ന ആളുകളും ഒക്കെ എത്രമേൽ കഷ്ടനഷ്ടങ്ങളാണ് സഹിക്കുന്നത് എന്നത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളത് അത്തരം സന്ദർഭങ്ങളെ ഷെയർ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒരുപക്ഷെ ലൈക്ക് ചെയ്യാനും ഒക്കെ നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിലും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ അതിൻ്റെതായ ഗുണഫലം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ ഇസ്ലാമികപരമായ ഒരു മര്യാദ ഹക്കായ ഒരു കാര്യമാണെങ്കിൽ, വസ്തുതാപരമായ ഒരു കാര്യമാണെങ്കിൽ അതിനോട് മാനസികമായിട്ടെങ്കിലും വളരെ നോർമലായ ഒരു കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാനസികമായിട്ടെങ്കിലും ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനർത്ഥം രാഷ്ട്രീയപരമായ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രതികരണത്തിന്റെ ശക്തിയും മൂർച്ചയും കൂട്ടി അപകടകരമായ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഖുതുബയിൽ ആഹ്വാനം ചെയ്തു എന്നതല്ല. മറിച്ച് ഒരു കാര്യത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആളുകൾക്കെതിരിൽ നടപടി സ്വീകരിക്കുകയും പരീക്ഷാ സംബന്ധമായ കാര്യത്തിൽ കണ്ണുനീര് കുടിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ രോദനങ്ങൾ, ആ രോദനങ്ങളോടൊപ്പം പീഡിതർ എന്ന നിലയ്ക്ക്, മർദ്ദിതർ എന്ന നിലയ്ക്ക്, വിഷമം അനുഭവിക്കുന്നവർ എന്ന നിലയ്ക്ക്, കഷ്ടനഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയവർ എന്ന നിലയ്ക്ക് അവരോടൊപ്പം നിൽക്കുവാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഏറ്റവും മിനിമം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അത് സത്യവിശ്വാസിയുടെയും സത്യവിശ്വാസത്തിന്റെയും കൂടി ഭാഗമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اعف المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه إنك أنت الوهاب. سبحانك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.